Hello everyone. We are continuing with the next part of module 1, and in this part we are going to see financial markets classification and functions of financial markets. Last partly we have already seen what financial markets are. Financial market financial systemത്തിലെ ഒരു component ആണ്. It's a component of financial system, and it is a market where financial assets are created or transferred. അത് നമുക്ക് ബേസിക് ആയിട്ട് മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ് again we can divide it into primary market and secondary market. We have already seen all those things. Now we can see the classification of financial markets. So basic ആയിട്ട് financial market as we have already seen, it can be classified under main two heads: money market and capital markets. Money market short term funds ഡീൽ ചെയ്യുന്നതാണ്, യൂഷ്വലി ലെസ് ദാൻ 1 year. ആൻഡ് ലോങ് ടേമിന് ഡീൽ ചെയ്യുന്നതാണ് in the capital market എന്ന് പറയുന്നത്. മണി മാർക്കറ്റിലെ ഇൻസ്ട്രുമെന്റ്സ് ഇൻക്ലൂഡ് ട്രഷറി ബിൽ, കമേഴ്ഷ്യൽ പേപ്പർ, CP, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, കോൾ മണി എക്സെട്ര. ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇക്വിറ്റി ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ബോൺസ് ഒക്കെയാണ് ഇൻസ്ട്രുമെന്റ്സ് ആയിട്ട് വരുന്നത്. വി ഹാവ് ഓൾറെഡി സീൻ ഇറ്റ് ഇൻ ദ ലാസ്റ്റ് പാർട്ട്. And next classification is sub-classification of capital market. At the classification, capital market we have already seen. Capital market നമുക്ക് എന്തായിട്ട് ഡിവൈഡ് ചെയ്യാം: primary market and secondary market, which we'll study in detail in module 2. And this primary market is a market where new market for new issue of securities, initial public offering ഒക്കെ നടക്കുന്നതാണ്. Secondary market existing securities ഡീൽ ചെയ്യാനുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ഒക്കെ ഉള്ള മാർക്കറ്റാണ് secondary market. Third classification is based on nature of claim. Based on that, നമുക്ക് നാലായിട്ട് ക്ലാസിഫൈ ചെയ്യാം: equity market, debt market, derivative market, and forex market. Equity shares, we already know what it is. ഒരു കമ്പനിയുടെ ഓണർഷിപ്പ് വരുന്ന ഷെയർസിനെയാണ് നമ്മൾ ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. പിന്നെ ഡെറ്റ് മാർക്കറ്റ് ഇസ് എ മാർക്കറ്റ് വെയർ ഇൻസ്ട്രുമെന്റ്സ് റെപ്രസെന്റിങ് എ ക്രെഡിറ്റർഷിപ്പ് റിലേഷൻഷിപ്പ്. അതായത് ഒരു കടക്കാരൻ, പുറത്തുള്ള ഒരാളെ ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്ന മാർക്കറ്റാണ് ഡെറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനിക്ക് പൈസ ആവശ്യമുള്ള സമയത്ത് അല്ലെങ്കിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യണം തോന്നുന്ന സമയത്തൊക്കെ യൂസ് ചെയ്യുന്ന മാർക്കറ്റ്സ് ആണിത്. ഇക്വിറ്റി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഓണർഷിപ്പ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആർ ഓണേഴ്സ്. ഡെറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് കടം എടുക്കുന്ന പോലെ ഉള്ള മാർക്കറ്റാണ് ഡെറ്റ് മാർക്കറ്റ്. Next is derivative market. Derivative market എന്ന് പറഞ്ഞാൽ derivatives don't have their own value. They derive value from other underlying assets. Futures, options, swaps ഒക്കെ derivatives ആണ്. ഫോർ എക്സാമ്പിൾ, ഗോൾഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഗോൾഡ് പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ഗോൾഡ് ഡെറിവേറ്റീവ്. കമോഡിറ്റി ഡെറിവേറ്റീവ് പറഞ്ഞാൽ അപ്പൊ കമോഡിറ്റി ഡെറിവേറ്റീവിലെ ആപ്പിൾ ഒരു കമോഡിറ്റിയാണ്. അപ്പൊ ആപ്പിൾ പ്രൈസിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് അത്. ഓക്കെ, അപ്പൊ അങ്ങനെ അതിന് സ്വന്തമായിട്ടൊരു വാല്യൂ ഇല്ല, എന്തെങ്കിലും മെയിൻ അസറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഡെറിവേറ്റീവ് മാർക്കറ്റ്. നെക്സ്റ്റ് ഇസ് ഫോറക്സ് മാർക്കറ്റ്. ഫോറക്സ് മാർക്കറ്റ് വി ഓൾ നോ ദാറ്റ് ഇന്റർനാഷണൽ കറൻസീസ് ഒക്കെ ആയിട്ട് ഡീൽ ചെയ്യുന്ന മാർക്കറ്റാണ് ഫോറക്സ് മാർക്കറ്റ്. ഡീസെൻട്രലൈസ്ഡ് മാർക്കറ്റ് വെയർ നാഷണൽ കറൻസീസ് ആർ ട്രേഡഡ്. ഇന്റർനാഷണൽ ട്രേഡ് ഒക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന മാർക്കറ്റാണ് ഫോറക്സ് മാർക്കറ്റ്. So based on the nature of claim, financial market can be classified into 4: equity market, debt market, derivative market, and forex market. Okay. Next classification is based on delivery timing. രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: സ്പോട്ട് മാർക്കറ്റ് ആൻഡ് ഫ്യൂച്ചർ മാർക്കറ്റ്. സ്പോട്ട് മാർക്കറ്റ്, ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, ട്രാൻസാക്ഷൻസ് ഇമ്മീഡിയറ്റ് ആയിട്ട് സെറ്റിൽ ചെയ്യുന്നതാണ് സ്പോട്ട് മാർക്കറ്റ്, ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ. ഫോർവേഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഭാവിയിൽ. ഫ്യൂച്ചർ ആയിട്ട് ട്രാൻസാക്ഷൻസ്, ഫ്യൂച്ചർ ഡേറ്റിൽ ട്രാൻസാക്ഷൻസ് ബൈയോ സെല്ലോ ചെയ്ത് സെറ്റിൽ ചെയ്യുന്നതാണ് ഫ്യൂച്ചർ മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ ബേസ്ഡ് ഓൺ ടൈം വി ക്യാൻ ക്ലാസിഫൈ ഇൻ ടു സ്പോട്ട് മാർക്കറ്റ് ഓർ ഫ്യൂച്ചർ ഓർ ഫോർവേഡ് മാർക്കറ്റ്. ഇനി ഓർഗനൈസേഷൻ സ്ട്രക്ചർ അനുസരിച്ച് അടുത്ത ക്ലാസിഫിക്കേഷൻ എക്സ്ചേഞ്ച് ട്രേഡഡ് ആൻഡ് OTC. എക്സ്ചേഞ്ച് ട്രേഡഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം ഉണ്ട്, ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റ് ആണ്. അപ്പൊ ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ NSE, BSE, പിന്നെ അമേരിക്കയിൽ പറയുകയാണെങ്കിൽ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒക്കെ എന്തിന്റെ എക്സാമ്പിൾ ആണ്? എക്സ്ചേഞ്ച് ട്രേഡഡ് മാർക്കറ്റിന്റെ എക്സാമ്പിൾ ആണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. And the classification is based on organization structure. OTC, over the counter. അവിടെ ഒരു ഡീസെൻട്രലൈസ്ഡ് നെറ്റ്വർക്ക് ആണ്. അവിടെ ഒരു പെർട്ടിക്കുലർ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളോ
ഒരു ഫിസിക്കൽ സ്പേസോ ഇല്ല. നമ്മൾ കസ്റ്റമേഴ്സിന്റെ കാര്യങ്ങൾ കസ്റ്റമൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യുന്ന മാർക്കറ്റാണ് എന്ത് ഓവർ ദ കൗണ്ടർ മാർക്കറ്റ്. But in short, financial market can be classified under 5 heads. നമുക്കൊരു 6 marks നമുക്ക് ചോദിച്ച് എഴുതാൻ പറ്റിയാണ്. Based on maturity, money market, capital market. Subclassification of capital market, primary, secondary. Based on nature of claim, equity, debt, derivative, forex market. Based on timing, spot and forward. Based on structure, exchange traded and OTC. Okay, this is the chart and these are the explanations. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മണി മാർക്കറ്റ് ക്ലാസിഫിക്കേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് പ്രൈമറി ആൻഡ് സെക്കൻഡറി മാർക്കറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്ലാസിഫിക്കേഷൻ ഫിനാൻഷ്യൽ മാർക്കറ്റിലെ മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ഏറ്റവും മേജർ ആയിട്ട് വരുന്ന ക്ലാസിഫിക്കേഷൻ. ഓക്കെ, now let's see the functions of financial markets. From all those that we have seen, we can sum up the functions of financial market as capital formation, അതായത് പൈസ സ്വരൂപിക്കാൻ വേണ്ടിയിട്ട് പല ഇൻസ്ട്രുമെന്റ്സിലും വി ഹാവ് ഓൾറെഡി സീൻ സ്റ്റോക്സ്, ബോണ്ട്സ്, മ്യൂച്വൽ ഫണ്ട്സ്, ഇതിലൊക്കെ ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യും, ഇൻവെസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഒരു ഇക്കോണമിയിൽ ക്യാപിറ്റൽ ഫോം ചെയ്യാൻ സഹായിക്കും. നെക്സ്റ്റ് വൺ ഇസ് പ്രൈസ് ഡിസ്കവറി. യൂഷ്വലി ഡിമാൻഡിനും സപ്ലൈക്കും അനുസരിച്ച് പ്രൈസസ് ഒക്കെ മാറിക്കൊണ്ടേയിരിക്കും സ്റ്റോക്സിലും ഇൻട്രസ്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ. സോ പ്രൈസ് ഡിസ്കവർ ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് liquidity, mainly in case of money market. Money market നമുക്കറിയാം, it is a market for short term security. സോ അതായത് പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാഷ് ഓർ ക്യാഷ് റിലേറ്റഡ് കാര്യങ്ങളായിട്ട് നമുക്ക് അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് ലിക്വിഡിറ്റി. ഇറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിങ് ഇറ്റ് into the financial instruments into cash or cash related transactions. It also helps in reduction of ട്രാൻസാക്ഷൻ കോസ്റ്റ്. അതായത് അവിടെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സിംഗിൾ പ്ലാറ്റ്ഫോം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തിട്ട് ആ സിംഗിൾ പ്ലാറ്റ്ഫോമിലൂടെ അധികം പൈസയും കാര്യങ്ങളും ഇല്ലാതെ കാര്യങ്ങൾ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ സഹായിക്കും. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഇൻ റിസ്ക് ഷെയറിംഗ് ആൻഡ് മാനേജ്മെന്റ്. അതായത് നമ്മൾ ഒരു സ്ഥലത്ത് മാത്രം നമ്മുടെ പൈസ ഇടാതെ നമ്മുടെ ഫിനാൻസ് ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ പഠിച്ചു കണ്ടു. ആ ഒരുപാട് ഇൻസ്ട്രുമെന്റ്സിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്ത കാര്യങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് ദ റിസ്ക്. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഇൻ ക്രെഡിറ്റ് ക്രിയേഷൻ. ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് യൂഷ്വലി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ലോൺ ഒരു എക്സാമ്പിൾ ആണ് ക്രെഡിറ്റിന് വേണ്ടിയിട്ട്, ക്രെഡിറ്റ് ക്രിയേഷന് വേണ്ടി സഹായിക്കും. As we have already seen, financial system or financial market act as an intermediary between savers and borrowers. ഇവർ തമ്മിൽ നമുക്ക് ഒരുപാട് കാശുള്ള ആൾക്കാർ എന്ത് ചെയ്യും, സേവ് ചെയ്തിട്ട് അത് ഇൻവെസ്റ്റ് ചെയ്യും. ആൻഡ് ഈ ഇൻവെസ്റ്റ്മെന്റ്സിന് അത് ആർക്ക് യൂസ് ചെയ്യാം, പൈസ ആവശ്യമുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാം. സോ എക്കോണമിയിൽ ക്രെഡിറ്റ് ക്രിയേഷന് വേണ്ടിയിട്ട് എന്ത് സഹായിക്കും, ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് സഹായിക്കും. സോ ദീസ് ആർ ദ ബേസിക് ഫങ്ഷൻസ് ഓഫ് ഫൈനാൻഷ്യൽ മാർക്കറ്റ്. In this part, we have seen classification of financial market, also summary of financial market, and the basic functions of financial markets.